അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ബി ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബികൾ എന്നും നിങ്ങൾക്ക് നല്ലൊരു മുതൽ എന്റെ ബാക്കിൽ നിൽക്കുന്നത് 13 സെന്റ് സ്ഥലം, നല്ലൊരു വീട്, 2 ബെഡ്റൂം ബാത്റൂം ഒക്കെ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരിതാണ്. വീടുകളുടെ ഇടയിലാണ്. പള്ളി മദ്രസ ഇതിന് തൊട്ടടുത്തുണ്ട്. സൗകര്യങ്ങൾ ഏറെയാണ്. വെറും ബസ് റൂട്ടിൽ നിന്ന് നമുക്ക്, അതായത് തിരുവില്ല പഴയന്നൂർ ചേലക്കര ബസ് റൂട്ട്, പുളിങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ, അതും ടാറിങ് റോഡ് സൈഡ് കേട്ടോ. ഈ കാണുന്ന വീട്, ഇതിന്റെ വില എന്താണെന്നറിയോ? നിങ്ങളുടെ കയ്യിൽ വെറും 8 ലക്ഷം രൂപ ഉണ്ടായാൽ മതി. 13 സെന്റ് സ്ഥലവും വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 8 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ, 13 സെന്റ് സ്ഥലവും വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. യാതൊരു സംശയമില്ല. മൊത്തത്തിൽ വരിക നമുക്ക് ഇതിന് 13 ലക്ഷമാണ്. അതിൽ 5 ലക്ഷം രൂപ ലോണാണ്. ആ ലോൺ നിർത്തിയിട്ട് വേണമെങ്കിൽ സൗകര്യത്തിൽ അങ്ങനെ ചെയ്തു തരാം. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അങ്ങനെയാണ് എൻ്റെ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന് ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് പഴയന്നൂരിൽ നിന്ന് തിരുവില്ലാമലയ്ക്ക് ചേലക്കരയ്ക്ക് വരുന്ന റോഡാണ്. ഈ മെയിൻ ഹൈവേന്ന്, ഈ മെയിൻ റോഡിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ പ്രോപ്പർട്ടികൾ കേട്ടോ. അതായത് പഴയന്നൂർ ചേലക്കര മെയിൻ ബസ് റൂട്ടാണിത്. ഈ റൂട്ടിൽ നിന്ന് കറക്റ്റ്, ഈ റോട്ടിൽ നിന്ന് കറക്റ്റ് 150 മീറ്റർ മാത്രമല്ല, പള്ളി മദ്രസ സ്കൂളൊക്കെ ഇതിൻ്റെ പരിസരത്തുണ്ട്. എല്ലാവർക്കും സൗകര്യമാണ്. അപ്പോൾ ആ റോഡിൽ കണ്ടിട്ടുള്ള ചേലക്കരയ്ക്ക് പോകുന്ന റോഡ്, അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. വെറും 150 മീറ്റർ, 200 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ദൂരം കേട്ടോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ചേലക്കര പഴയന്നൂർ ബസ് റൂട്ടിൽ നിന്ന് പുളിങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കയറി വരുന്ന ടാറിംഗ് റോഡാണിത്. വെറും 150 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം. 13 സെന്റ് സ്ഥലവും ഒരു വീടും. 13 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കാലി സ്ഥലമല്ല, നല്ല വരുമാനമുള്ള റബ്ബറാണ്. അപ്പൊ ജീവിക്കാൻ നമുക്ക് വേറൊന്നും ആവശ്യമില്ല. ഈ വീട് വാങ്ങിക്കഴിഞ്ഞാൽ വരുമാന മാർഗവും ഉണ്ട്. അപ്പൊ നമുക്ക് തടോ ഇതിനൊക്കെ വീട് അതൊക്കെ കാണിച്ചു കൊടുത്താൽ ഫുള്ള് ഇതാ, പള്ളി മദ്രസ എല്ലാം ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് ഇല്ലേ. പള്ളി എവിടെയാണ് മുസ്താക്ക? ഈ എറണാകുളത്ത് 150-200 മീറ്റർ പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ ചർച്ചുള്ളത് എവിടെയാണ്? പഴയന്നൂരും. ഇവിടെ തന്നെ ക്രിസ്ത്യൻ ചർച്ചും ഉണ്ട്. എന്തൊക്കെ വേണ്ടി ഞങ്ങൾക്ക് അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. ആർക്കും വാങ്ങാം കേട്ടോ. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാ ഈ മരം വേണമെങ്കിൽ നമുക്ക് മുറിച്ച് മാറ്റാട്ട, കാരണം ലൈനിന്റെ അവിടെ ഉള്ളത്. അപ്പൊ അതാ ഇവിടെ നിന്ന് കണ്ടിട്ട് കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലൊരു മിറ്റുണ്ട്. ഹബീബിങ്ങളെ കാണണം. അത്യാവശ്യം നല്ലതുള്ളതാണ്. വീടിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാം. 2 ബെഡ്റൂമേ കാണാനുള്ളൂ. ഇതാ ഇതിന്റെ അപ്പുറത്തൊക്കെ സ്ഥലമാണ്. അവിടെ കാണിച്ചു കൊടുത്താൽ, ആ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ, അതിന്റെ ഏതാ ആ തലക്കിലത്തെ ഏതെന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ. ആ യഥഭാഗങ്ങൾ എല്ലാം കാണിച്ചു കൊടുക്ക്. നല്ല VIP ഏരിയകളുള്ള നല്ല ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. വെറും 13 ലക്ഷം രൂപ, വെറും 13 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. പക്ഷെ ഇതിലെന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു 8 ലക്ഷം രൂപ കയ്യിലുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് താമസം മാറാം. യാതൊരു സംശയമില്ല. ബാക്കി ബാങ്ക് ലോൺ അടച്ചാൽ മതി. അത് മാത്രമല്ല, ഇഷ്ടികേട്ട് കെട്ടിയ വീടാണ്. ഇവിടെ തേച്ചിട്ടില്ല. ഇതോ നല്ല ഇഷ്ടികേട്ട് കെട്ടിയിട്ട് നല്ലതുള്ള വീട് തന്നെ, യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഇതാ ഇഷ്ടികേട്ട് കെട്ടിയതാണ് കേട്ടോ. നല്ല വീടാണ്. വീടിന്റെ ബാക്ക് വശം കാണിച്ചു കൊടുക്കുക. അവിടെ ഒരു തെങ്ങുണ്ട്, അത് കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് അരക്കാനുള്ള തെങ്ങ് കിട്ടണം. ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ വീടുകളൊക്കെ ആ സൈഡിലുള്ളത് കാണിച്ചു കൊടുക്കുക. പോയിക്കോ. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ ചാനൽ കാണുന്ന ഹബീബികൾ റബ്ബർ നോക്കി നിങ്ങൾ ഇതാ ഓരോ റബ്ബറും കാണിച്ചു കൊടുക്കും. നല്ല വണ്ണത്തിലുള്ളതാണ് കേട്ടോ. നല്ല ഇതിലാണ് കേട്ടോ. നല്ല പാല് കിട്ടുന്ന റബ്ബർ, നല്ല വണ്ണുള്ള റബ്ബർ കേട്ടോ. ഇത് വരിക, വെട്ടുക, പാലെടുക്കുക. ആ പാലിട്ട് ജീവിക്കുകയും ചെയ്യാം, വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. ഇത് എങ്ങോട്ടുണ്ട്? 13 സെന്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടോ. സ്ഥലം അങ്ങനെ ബാക്കിലേക്കാണ്ട് കിടക്കണം. ആ വീട് വരണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കണ്ടോളി. ഇതിന്റെ വില ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും പറയുകയാണ്. വെറും 13 ലക്ഷം രൂപയ്ക്ക് 13 സെന്റ് സ്ഥലവും വീടും. അതിൽ നമുക്ക് 5 ലക്ഷം രൂപ ലോൺ ഉണ്ട് കേട്ടോ. സർവീസ് ബാങ്കിലാണ് ലോൺ. അതുകൊണ്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. ഈ 5 ലക്ഷം റുപ്യ ലോൺ ഉള്ളത് നിർത്തി ബാക്കി 8 ലക്ഷം രൂപ നിങ്ങൾ കണ്ടാൽ മതി. ഈ 8 ലക്ഷം രൂപയിൽ അതും കൂടി കേട്ടോളി. ഈ 8 ലക്ഷം രൂപയിൽ 7.5 കൊടുത്താൽ മതി. 50,000 റുപ്യ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ലോണൊക്കെ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി. അതുവരെ നമ്മൾ എഗ്രിമെന്റിൽ നിങ്ങൾക്ക് സമയം തരും. യാതൊരു സംശയമില്ല. അപ്പൊ 7.5 കയ്യിലിട്ടായാൽ മതി കേട്ടോ. ഇനി എന്തെങ്കിലും നമ്മൾ ഒരു കച്ചവടമല്ലേ, ഈ 13 എന്തെങ്കിലും കുറക്കാൻ പറ്റുമോ എന്നൊരു നോട്ടം നോക്കാം കേട്ടോ. അത് പ്ലാവല്ലേ, ആ പ്ലാവ് കാണിച്ചു കൊടുക്ക്. ആ വീട് വരണ അതിരി ഇതല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പെട്ട ബാക്കിലൊക്കെ വീടുകളാണ് കേട്ടോ. നല്ല ഏരിയയാണ്. പ്രിയപ്പെട്ട ഹബീബുകൾ, ഇനി നമുക്ക് കണ്ട വീടിന്റെ ഉള്ളാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകളെ, വീടിന്റെ ഉള്ളൊന്ന് പ്രവേശിക്കാം. അവര് 2 റൂം, സൗകര്യങ്ങള്, കോമൺ ബാത്റൂം എല്ലാം ഉണ്ട്. അപ്പൊ അത് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സിറ്റ് ഔട്ട് മാത്രമാണ് നമ്മൾ ടൈൽസ് ഇട്ടത്. ബാക്കി നമുക്ക് സിമെന്റ് ആണ്
കേട്ടോ. സിറ്റ് ഔട്ടിന്റെ പണികൾ മാത്രമാണ് ടൈൽസ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ കിടന്ന നല്ല വലിയൊരു ഹാളാണ് കേട്ടോ. ഈ ഹാളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഈ ഹാൾ അത്യാവശ്യം വലിപ്പമുള്ള ഹാളാണ്. അതുപോലെ തന്നെ റൂം വലിയ റൂമാണ്. ഈ ഹാളൊന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫസ്റ്റ് ബെഡ്റൂം കാണിച്ചു കൊടുക്കുക കേട്ടോ. ഹാള് വലിയ ഹാളാണ്, നല്ല വലിപ്പമുണ്ട്. മേലേക്ക് കാണിച്ചു കൊടുക്കുക, ലീക്ക് പൊട്ടൊന്നുമില്ല. അപ്പോൾ എന്താണോ പ്രിയപ്പെട്ട ഹബീബികളെ, ഒരു ബെഡ്റൂം എന്താണ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് അർജന്റ് ആയതുകൊണ്ട് വീടെടുക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ തുണിയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇതൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ടോപ്പ് വീടായി. രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഈ ഹാളിൽ തന്നെ പന്തളിച്ചുള്ള സ്ഥലമുണ്ട്. വലിയ ഗ്രൗണ്ട് മാതിരിയാ. ഇതാണോ വലിയ ബെഡ്റൂമാണ് കേട്ടോ. ആ മുകൾ ഭാഗമൊക്കെ കാണിച്ചു കൊടുക്കുക, റാക്ക് കാണിച്ചു കൊടുക്കുക, കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. വെറും 13 ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ പോകുന്ന വീട്, അതിൽ 5 ലക്ഷം രൂപ ലോണ് കേട്ടോ. ആ ലോണ് നിർത്തി തരും. യാതൊരു സംശയമില്ല. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോമൺ ബാത്റൂം ഇതിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യങ്ങളില്ലേ, അങ്ങനെയുള്ള സൗകര്യം ഉണ്ട്. സാധാ ക്ലോസറ്റാണ് കേട്ടോ, യൂറോപ്യൻ ഒന്നല്ല, സാധാ ക്ലോസറ്റാണ്. സ്പേസ് നല്ലോണ്ട്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത് ഇതിങ്ങനെ ഹാളും 2 റൂമും അതൊക്കെ കാണൽ കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെ എക്സ്ട്രാ എടുത്താണ്, പക്ഷേ ഈ ഇടുപ്പ് ശരിയായിട്ടില്ല കേട്ടോ. ഇതിന് ചെറിയ ഒരു പൊട്ടുണ്ട് ഇവിടെ. അതെന്താന്ന് വെച്ചാൽ പണിക്കാർ ശരിയില്ലാണ്ട് ചെയ്താണ്. അപ്പോൾ ഇനി ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടി വരും. ഇവിടെ ചെറിയൊരു പൊട്ട്. അപ്പോൾ നമ്മളെന്താ പറയുക, അതിൽ ചോര ഇതാകൊന്നുമില്ല. പക്ഷെ കല്ല് ശരിക്കും വെച്ചിട്ട് പണി അറിയാത്ത പണിയെടുത്താണ്. അറിയണവർ ഈ പണി എടുക്കൂല അല്ലേ. അപ്പോൾ അതിൽ ചോരലോ മറ്റുള്ള ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഉള്ള പോലെ കാണിച്ചു തന്നില്ലെങ്കിൽ എന്താ പറയുക, അവിടെ കാണിച്ചു കൊടുക്ക്. ഉള്ള പോലെ കാണിച്ചു തന്നില്ലെങ്കിൽ ബിസിനസ് ഇത് ശരിയാവില്ല. നമ്മുടെ ചാനലിൽ വരുമ്പോൾ കറക്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ചോർച്ച മറ്റുള്ളതൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയൊരു വിള്ളൽ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു മാത്രം. ഇത് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് തുറക്കണില്ല, അതുവരെ നമ്മുടെ സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പറയാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു അല്ലേ, പരിസരം കണ്ടു, 4 പുറം വീടുകൾ, അതുപോലെ തന്നെ പള്ളി, മദ്രസ 150-200 മീറ്റർ, പിഞ്ചു മക്കൾക്ക് പോകാനുള്ള സ്കൂൾ സൗകര്യങ്ങൾ എല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് കേട്ടോ. അതുപോലെ തന്നെ പഴയന്നൂർ ചേലക്കര റോട്ടിലാണ് കേട്ടോ. പഴയന്നൂരിൽ നിന്ന് ചേലക്കര റോട്ടിൽ പുളിങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വളരെ അടുത്താണ്. ചേലക്കരയ്ക്ക് ഇവിടെ അടുത്താണ്, പഴയന്നൂർക്കും അടുത്താണ്. നിറയെ വീടുകളുണ്ട്, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്, അമ്പലമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. എല്ലാവർക്കും താമസിക്കാൻ അനുയോജ്യമായതാണ്. വാഹനം നിർത്താനുള്ള വിശാലമായ മിറ്റുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ റബ്ബർ കണ്ടു കേട്ടോ. റബ്ബർ വെട്ടൊക്കെ അറിയുന്നവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ നല്ലൊരു വരുമാന മാർഗ്ഗമുണ്ട്. ഇഷ്ടികേട്ട് കെട്ടിയ വീടാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ബാങ്ക് ലോൺ ജാമായതുകൊണ്ടാണ് പെട്ടെന്ന് കൊടുക്കുന്നത്. ഇതിന് ആകെ വില ചോദിക്കുന്നത്, ആകെ ടോട്ടൽ വില ചോദിക്കുന്നതാണ് 13 ലക്ഷം. പക്ഷേ നിങ്ങളുടെ 8 ലക്ഷം രൂപ ഉണ്ടോ, അതിന് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ, ഇതൊരു 7.25 നമുക്ക് ഇൻഷാ അല്ലാഹ് ശരിയാക്കാം. ഈ വീട്ടിൽ വന്ന് താമസിക്കാം കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ പെട്ടെന്ന് കൊടുക്കേണ്ടത് എന്താണെന്നറിയോ, ലോൺ അങ്ങനെ 5 ലക്ഷം അടഞ്ഞു പോകും. അവരുടെ കയ്യിൽ കൊടുക്കേണ്ട 8 ലക്ഷം റുപ്യാണ്. അതിന് എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിൽ അവർ 50,000 റുപ്യ അവിടെ നിർത്തിയിട്ട് ബാക്കി എമൗണ്ട് കൊടുത്താൽ മതി. 50,000 റുപ്യ ലാസ്റ്റ് റേഷൻ്റെ ടൈമിൽ കിട്ടി. അല്ല ഒന്നിച്ച് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയവരാണോ 13 നമ്മൾ നെഗോഷ്യബിൾ ചെയ്ത് തരുന്നതായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക. കാരണം എന്താ പറയുക, ഇവിടെ പള്ളിയും മദ്രസയും സ്കൂളും ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് നല്ല സുഖമാണ്. കാരണം പെട്ടെന്ന് പോകാനും വരാനൊക്കെ റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ 13 സെന്റ് സ്ഥലം, വരുമാനമുള്ളത് റബ്ബറാണ്, നല്ല റബ്ബറാണ്. അതുപോലെ തന്നെ വീട് ഇഷ്ടികട്ട് കെട്ടിയാൽ നല്ല വീടാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഅസ്സലാമ.